നമ്മോടൊപ്പം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീമതി കെ തുളസി തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മാഡം, ഗുഡ് ഈവനിങ്. ഈ റിപ്പോർട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പാലക്കാട് നിന്ന് തന്നെയുള്ള പുത്തൻപാടത്ത് നിന്നുള്ള ഇരവാളൻ സമൂഹത്തിന്റെ ഇരവാളൻ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരവസ്ഥയാണ് ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അറക്കൽ വിവരിച്ചത്. അവരുടെ ദൃശ്യങ്ങളും ഉൾപ്പെടെ നമ്മൾ കാണുകയായിരുന്നു. അവരുടെ ആവശ്യം ന്യായമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ST വിഭാഗത്തിലുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് അവർ പറയുന്നത്. ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും ഇക്കാര്യം അടിയന്തരമായിട്ട് വകുപ്പ് പരിശോധിക്കും. അതിനുശേഷം ഈ BC ക്യാമ്പ് നടത്തി അർഹരായിട്ടുള്ള ആളുകൾക്ക് വ്യക്തിഗത ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. ഇതിൽ മാഡം, മുതലമട ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇരവാളൻ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന രീതിയിലല്ല, ഇവിടെ ഒരു വിവേചനപരമായ നിലപാടാണ് അവരോട് നേരെ ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ കിർത്താഡ്സിന്റെ ഒരു റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. അത് മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇവരെ ST വിഭാഗത്തിൽ നിന്ന് മാറ്റി SCയിലേക്ക് നിങ്ങൾ മാറൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ബോധപൂർവമായിട്ടുള്ള സമ്മർദ്ദം തെറ്റായി നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ തീർച്ചയായിട്ടും നടപടിയെടുക്കും. മാഡം, ഈ വിഷയം പരിശോധിക്കണമെന്ന ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുകയായിരുന്നു. ഇപ്പോഴും പനയോലമെടഞ്ഞ കുടിലുകളിലാണ് അവർ താമസിക്കുന്നത്. ഇക്ബാൽ നേരിട്ട് അവിടെ പോയി അവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. അത്യന്തം ദുരിതമാണ് അവിടുത്തെ അവസ്ഥ എന്നത് കൂടിയുണ്ട്. സമയം കിട്ടുമ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്താലും നന്നാകുമെന്ന് തോന്നുന്നു. കാരണം 200 ദിവസത്തിലധികം അവർ ഒരു വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരം ചെയ്തിരുന്നതുമാണ്. ആ സമരത്തെ പോലീസ് അടിച്ചമർത്തി എന്നത് കൂടിയാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ സന്ദർശിക്കാൻ തീർച്ചയായിട്ടും സമയം കണ്ടു. ഈ സർക്കാരിന്റെ നയം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിൽ ഇരവാളൻ സമുദായത്തെയും ചേർത്ത് പിടിക്കും. ഓക്കെ, വളരെയധികം നന്ദി. ശ്രീമതി കെ തുളസിയാണ് പ്രതികരിച്ചത്. കുറെ കൂടി വ്യക്തതയുള്ള വിവരങ്ങൾ ലഭ്യമാക്കും മന്ത്രി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിലൊരു ഇടപെടൽ ഉണ്ടാകും എന്നത് തന്നെയാണ് മന്ത്രി അറിയിക്കുന്നത്. ഇക്ബാൽ, അതാണ് ഈ വിഷയം കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ടായിരിക്കാം ഒരു പക്ഷേ. മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായാലും ഇടപെടുമെന്നൊരു ഉറപ്പ്, അവകാശങ്ങൾ നിഷേധിക്കാൻ അനുവദിക്കില്ല എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ മന്ത്രി കെ തുളസി നൽകുന്നത്. ഇക്ബാൽ, വിനീത, തീർച്ചയായും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ ഇവർക്കെല്ലാം അവരുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഉന്നമനത്തിനായാണ് കിർത്താഡ്സ് എല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ കിർത്താഡ്സ് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവരുടെ ആനുകൂല്യങ്ങൾ നേരത്തെ തടയാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ടെത്തൽ വന്നതെന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. അവിടെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള രാജൻ പുലിക്കോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നിരവധി തവണ ഈ കിർത്താഡ്സിലേക്ക് അവരെല്ലാം കയറിച്ചെന്ന് കാര്യങ്ങൾ അറിയിച്ചിരുന്നു. കൃത്യമായി ഇവിടേക്ക് വന്ന് പരിശോധന നടത്തണം നിങ്ങൾ വീണ്ടും എന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2008 നരവംശാസ്ത്ര പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നിട്ടില്ല. മുതലമടയിലും പ്ലാച്ചിമടയിലും എല്ലാം ഇരവാളൻ സമൂഹം അവിടെ കൃത്യമായി തന്നെ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അവർ ആദിവാസികളാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ST ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ മാത്രം എങ്ങനെ ഇവർ ആദിവാസികളല്ലാതെ ആകുന്നു എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. എന്തായാലും മന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു ഇടപെടലിൽ വലിയ ആശ്വാസമായിരിക്കും ആ നാട്ടുകാർക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇടപെടൽ അത് പൂർണ്ണമായും അത് പ്രാവർത്തികമായാൽ ആ നാട്ടുകാർ വലിയ രീതിയിൽ സന്തോഷത്തിലേക്ക് മാറുക. ഏറ്റവും കൂടുതൽ അവരുടെ മക്കളുടെ ഇടപെടലാണ് നമുക്ക് ആവശ്യം. ഇക്ബാൽ, അവിടെ ചെന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അവരുടെ ദുരവസ്ഥ നമ്മൾ കാണുകയാണ്. ഇക്ബാൽ, മന്ത്രിക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാക്കുക, ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒന്ന് അയച്ചു നൽകിയാൽ ഒരുപക്ഷെ കൂടുതൽ ഇടപെടൽ സാധ്യമായിരിക്കും. അവിടുത്തെ ഒരു അവസ്ഥ റിപ്പോർട്ടറിന്റെ ഈ വാർത്ത കാണുമ്പോൾ മന്ത്രിക്ക് മനസ്സിലായിരിക്കും. പറ്റുമെങ്കിൽ അവിടെ സന്ദർശിക്കാം എന്ന് തന്നെയാണ് മന്ത്രി നൽകുന്ന ഉറപ്പും. അത്തരമൊരു ഇടപെടലാണ് വേണ്ടത്. തങ്ങളുടെ സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർ സമരരംഗത്തുണ്ടായിരുന്നു. 200 ദിവസത്തിലധികം സമരം ചെയ്തതാണ്. അത് അടിച്ചമർത്തിയാണ്. ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ SC വിഭാഗത്തിലേക്ക് മാറൂ എന്നത് ആരുടെ തിട്ടൂരമാണ് എന്നതാണ് ചോദ്യം. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ പേരിൽ മാത്രം അവരെ അങ്ങനെ മാറ്റി നിർത്താനാകുമോ? ആദിവാസി വിഭാഗങ്ങളാണ്. ഇരവാളൻ വിഭാഗത്തിൽപ്പെട്ട മറ്റിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ബുദ്ധിമുട്ടില്ല എന്നതുകൂടി ഓർക്കണം. ആ വിവേചനം കൂടി നമ്മൾ കാണണം. മാത്രമല്ല അവരുടെ കുടിലുകളുടെ ഉൾപ്പെടെ ദുരവസ്ഥ നമ്മൾ കാണുകയാണ്. അതിനുകൂടി ഒരു പരിഹാരം വേണം എന്നതുകൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും മന്ത്രി ഇടപെടുന്നു എന്നത് ആശ്വാസകരമാണ്. റിപ്പോർട്ടർ വാർത്ത ഉടനടി ഫലം കാണുന്നു എന്നതും സന്തോഷമുള്ള കാര്യമാണ്. ഇക്ബാൽ അറക്കൽ വിശദാംശം നൽകിയതിന് വളരെയധികം നന്ദി ശ്രീമതി കെ തുളസി.